നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര പെൻഷൻകാരോട് കേന്ദ്ര സർക്കാർ അവഗണന കാട്ടുന്നുവെന്ന് ആരോപണം. കേന്ദ്ര പെൻഷൻകാർ ആലപ്പുഴയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. വിവേചനപരമായി പെൻഷൻ ആനുകൂല്യങ്ങൾ നിഷേധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധം. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. ആലപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമത്തിൽ നിരവധി പെൻഷൻകാർ പങ്കെടുത്തു. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി KG ജയരാജ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. അത് സാധൂകരിക്കാൻ വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാൽ 2006 വെച്ച് തീർക്കണ്ടേ, 2006 വരെ ഇതിന് പരിമിതിയുള്ളൂ, അത് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇത് അയ്യവനന്റെ കാലത്തേക്കുള്ള ബില്ലാണ്. ആ ബില്ലിന്റെ മറവിൽ ഇപ്പൊ പറയുന്നത് എന്താ? നിങ്ങളെ ആരെയും ബാധിക്കത്തില്ല, തമാശ കളിക്കുക, ഇങ്ങനെ ബില്ല് പാസ്സാക്കിയിട്ട്. അപ്പൊ എന്താണ് നവഫാസിസ്റ്റ് നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റ്? ആരാ അദ്ദേഹത്തിന്റെ ആശാൻ? സാക്ഷാൽ ഡൊണാൾഡ് ട്രംപാണ് അല്ലേ? ഡൊണാൾഡ് ട്രംപ് അമേരിക്ക എന്തൊക്കെ ചെയ്യുന്നതെന്ന് അറിയാം. അപ്പൊ വന്നുടനെ തന്നെ ആരെയാണ് നിയമിച്ചത്? ഇലോൺ മസ്ക് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒന്നാമൻ. ഗവൺമെന്റ് എഫിഷ്യൻസി നോക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അദ്ദേഹമാണ് ഇതുമായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന്. TX സക്കറിയ അധ്യക്ഷത വഹിച്ചു. P സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. MB പണിക്കർ, M ബാബു, അനന്തു കൃഷ്ണൻ, ഗുരുപ്രസാദ്, RR പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല.